രാവിലെ എണീറ്റ് പ്രഭാതകൃത്യങ്ങൾ തുടങ്ങാൻ ടാപ്പ് തുറന്നപ്പോഴാണ് 8ന്റെ പണി കിട്ടിയെന്ന് മനസ്സിലായത്. പെട്ടെന്ന് പോയി മോട്ടർ ഇട്ടപ്പോഴാണ് കിട്ടിയത് 8ന്റെ അല്ല 16ന്റെ പണിയാന്ന് മനസ്സിലായത്. ടാങ്കിലും വെള്ളമില്ല, പഞ്ചായത്ത് പൈപ്പിലും ഇന്ന് വെള്ളം വരില്ല. ഇതൊന്നും അറിയാതെ കണ്ണും പൂട്ടി കയറി കാര്യം സാധിച്ചു കഴിഞ്ഞ ക്യാമറമാൻ സുഹൃത്തിനാണ് ഈ ഇഞ്ചി ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം. കൊടുത്തത് തികയാഞ്ഞത് കൊണ്ട് ആവി പിടിക്കാൻ വെച്ചിരുന്ന വെള്ളം വരെ ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു. ഇനി പല്ല് തേക്കാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് റൂംമേറ്റ് വിളിച്ച് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞത്. പല്ല് തേക്കാൻ ഈ ലിപ്സ്റ്റിക്കും സ്പ്രേയും ഒക്കെ ഇട്ട് ഓഫീസ് വരെ പോകേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട്. തലേ ദിവസത്തെ പ്ലാൻ ആയിരുന്നു എല്ലാവരും കൂടി രാവിലത്തെ ഫുഡ് പുറത്തുനിന്നാക്കാമെന്ന്. എന്തായാലും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. അങ്ങനെ റൂമും പൂട്ടി ഊബർ നോക്കി നിക്കാണ്. കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ സ്റ്റക്ക. പാവം ഊബർ ചേട്ടൻ വെയിറ്റിംഗിലും. ഊബർ വിളിച്ച് കക്കൂസി പോകാനുള്ള ഞങ്ങളുടെ ഒരു യോഗയെ. എന്തോ ഭാഗ്യത്തിന് രാവിലെ മഴയുമില്ല, ബ്ലോക്കുമില്ല. ഓഫീസ് അടുക്കുംതോറും ഉള്ളിലെ സമ്മർദ്ദം ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ഓഫീസ് എത്തി ചാടി ഇറങ്ങി. സൺഡേ ആയിരുന്നത് കൊണ്ട് ഭാഗ്യത്തിന് അധികം ആരും അവിടെ ഇല്ല. പിന്നെ നേരെ ടോയ്ലറ്റിലെത്തി പല്ല് തേച്ചു. ബാക്കി പെൻഡിങ്ങിലുള്ള ചടങ്ങുകളും പൂർത്തിയാക്കി. വയറങ്ങോട്ട് ഒഴിഞ്ഞപ്പോ വിശക്കാൻ തുടങ്ങി. അങ്ങനെ തലേന്നത്തെ പ്ലാൻ പ്രകാരം പത്തിരിയും ബീഫ് ചാപ്സും കഴിക്കാൻ നേരെ ഹോട്ടൽ ആവിലയിലേക്ക്. പക്ഷെ ഞങ്ങൾ പ്രഭാതകൃത്യങ്ങൾ കഴിക്കുന്ന സമയം കൊണ്ട് പത്തിരി സ്റ്റോക്ക് ഔട്ടായി. അങ്ങനെ പൊറോട്ട, അപ്പം, ഇടിയപ്പം, ബീഫ് ചാപ്സ്, പിന്നെ കോഫി ഇത്രയും ഓർഡർ ചെയ്തു. പിന്നെ പ്ലേറ്റും കാലിയാക്കി തിരിച്ചു പോകുന്ന വഴിക്ക് ഭാഗ്യ പരീക്ഷണത്തിനായിട്ട് ഒരു ലോട്ടറിയും കൂടി എടുത്തു. എല്ലാം കഴിഞ്ഞ് ഓഫീസിലെത്തി കുറച്ചു നേരം വിശ്രമം. കലാപരിപാടികൾ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക്. തിരിച്ച് ഊബറിന് വരാൻ എന്റെ എളിമ എന്നെ സമ്മതിക്കാത്തത് കൊണ്ട് മഴ നനഞ്ഞാണ് ഞാൻ തിരിച്ചു വന്നത്. ഫൈനലി വീടെത്തി. ബാക്കി അടുത്ത വീഡിയോയിൽ. അപ്പൊ ബൈ.